അവയവ വിൽപ്പനയ്ക്കായി ഇറാനിലേക്ക് മനുഷ്യക്കടത്തു നടത്തിയ സംഭവത്തിൽ രണ്ടാമത്തെ മലയാളി അറസ്റ്റിൽ. എടത്തല സ്വദേശി സജിത് ശ്യാമാണ് അറസ്റ്റിലായത്. സംഘത്തിലെ പ്രധാനിയായ ഇറാനിലെ മലയാളി ഡോക്ടറിലേക്ക് അന്വേഷണം നടക്കുന്നു. സംഘത്തിന്റെ സാമ്പത്തിക ഇടപാടുകൾ കൈകാര്യം ചെയ്തിരുന്ന സജിത് ശ്യാമാണ് പിടിയിലായത്. സംഘത്തിലുള്ള സാബിത് നാസറിനെ കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ പിടികൂടിയിരുന്നു. ഇയാളെ ചോദ്യം ചെയ്തപ്പോഴാണ് സജിത്തിനെ കുറിച്ചുള്ള വിവരം ലഭിച്ചത്. ഇടപ്പള്ളി ചങ്ങമ്പുഴ പാർക്കിനടുത്താണ് സജിത്ത് താമസിക്കുന്നത്. സംഘത്തിന്റെ പണമിടപാടുകൾ നടത്തിയിരുന്ന സജിത്തിന്റെ അക്കൗണ്ടിൽ ലക്ഷക്കണക്കിന് രൂപയുടെ ഇടപാടുകളാണ് നടന്നിരുന്നതെന്ന് പോലീസ് വ്യക്തമാക്കി. ഇതര സംസ്ഥാനക്കാരുമായുള്ള പണമിടപാട് സംബന്ധിച്ചും പോലീസിന് തെളിവ് ലഭിച്ചിട്ടുണ്ട്. ഇറാനിലുള്ള ആളെക്കുറിച്ച് സാബിത്ത് അന്വേഷണ ഉദ്യോഗസ്ഥരോട് പറഞ്ഞിരുന്നു. ഇയാളെക്കുറിച്ചുള്ള അന്വേഷണത്തിനിടെയാണ് സജിത്തിനെ പിടികൂടിയത്. സാബിത്തിന്റെ അക്കൗണ്ട് പരിശോധിച്ചപ്പോൾ സജിത്തിന്റെ പങ്ക് വെളിപ്പെടുകയായിരുന്നു. വരും ദിവസങ്ങളിൽ കൂടുതൽ അറസ്റ്റ് ഉണ്ടായേക്കും. സാബിത്തിന്റെ അറസ്റ്റോടെയാണ് അവയവദാന തട്ടിപ്പിന്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തുവന്നത്. സാമ്പത്തിക പ്രയാസം അനുഭവിക്കുന്ന ആളുകളെ ഇറാനിലേക്ക് കൊണ്ടുപോയാണ് അവയവ ശസ്ത്രക്രിയ നടത്തിയിരുന്നത്. ഒരു വൃക്കയ്ക്ക് 60 ലക്ഷം വരെ വാഗ്ദാനം ചെയ്യും. എന്നാൽ വൃക്കയെടുത്ത ശേഷം 5-6 ലക്ഷം മാത്രമാണ് ദാതാവിന് നൽകുന്നത്. ബാക്കി തുക ഏജന്റുമാരും ആശുപത്രി അധികൃതരും പങ്കിട്ടെടുക്കും. അവയവ വിൽപ്പനയിലൂടെ വൻ തുക സമ്പാദിക്കാമെന്നതിനു പുറമെ അവയവമാറ്റത്തിനു വിധേയമായ വ്യക്തിയുടെ തുടർ ചികിത്സയിലൂടെ ആശുപത്രിക്ക് സാമ്പത്തിക ലാഭമുണ്ടാകും. ദക്ഷിണേന്ത്യയിൽ തമിഴ്നാട്ടിലാണ് അവയവ മാഫിയയുടെ പ്രവർത്തനം ഏറ്റവും ശക്തം. തമിഴ്നാട്ടിൽ വാഹനാപകടത്തിൽ മരണപ്പെടുന്ന പല സംഭവങ്ങൾക്ക് പിന്നിലും അവയവ മാഫിയയുടെ പങ്ക് വലുതാണ്.